ഹായ് ഓൾ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക്. ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറഞ്ഞാൽ ഗോതമ്പൊടി വെച്ചിട്ട് നല്ല വെറൈറ്റി ആയിട്ടുള്ള ഒരു പലഹാരത്തിൻ്റെ റെസിപ്പി തന്നെയാണ് കേട്ടോ. നമുക്ക് രാവിലെ വൈകുന്നേരം ഒക്കെ ചെയ്തെടുക്കാൻ പറ്റുന്ന കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയാണ്. അപ്പോൾ അതെങ്ങനെയാണെന്നൊന്ന് പെട്ടെന്ന് വീഡിയോ കണ്ട് നോക്കാം. അപ്പോൾ നമുക്കതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ 1 കപ്പ് അളവിലാണ് കേട്ടോ ഗോതമ്പൊടി എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് അളവിനനുസരിച്ച് മാറ്റം വരുത്താം. അതിലേക്ക് നമ്മൾ ആവശ്യത്തിനുള്ള ഉപ്പും അതുപോലെ 1 ടീസ്പൂൺ അളവിൽ ഓയിലും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ട് നല്ലപോലെ ഒന്ന് കുഴച്ചെടുക്കാം. ഇളം ചൂടുള്ള വെള്ളം ഒഴിച്ചാണ് കുഴച്ചെടുക്കുന്നതെങ്കിലും പ്രശ്നമില്ല. ഇനി നോർമൽ പച്ചവെള്ളമാണെങ്കിലും പ്രശ്നമൊന്നുമില്ല കേട്ടോ. നമ്മൾ ചപ്പാത്തി മാവൊക്കെ കുഴച്ചെടുക്കുന്ന രീതിയിൽ നല്ല മയത്തിൽ തന്നെ ഒന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതുപോലെ ഒരു കത്രിക വേണം കേട്ടോ. ഇത് വെച്ചിട്ട് ഇതുപോലെ ചെറിയ പീസാക്കിയിട്ട് നമ്മളിതുപോലെ ഒന്ന് കട്ട് ചെയ്ത് എടുക്കുകയാണ് ചെയ്യുന്നത്. അത്യാവശ്യം ഒരു ചെറിയ പീസാക്കിയിടുന്നത് തന്നെ ആയിരിക്കും നല്ലത്. ഓവർ വീതിയുള്ള അല്ല, തടിച്ചിട്ടുള്ള അല്ല, കുറച്ചൊരു തിന്നായിട്ടുള്ള പീസാക്കി ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തിടാം കേട്ടോ. എപ്പോഴും നമ്മൾ ചപ്പാത്തിയും പുട്ടൊക്കെ ചെയ്ത് മടുത്തിട്ടുണ്ടെങ്കിൽ ചെയ്ത് നോക്കാൻ പറ്റിയ അടിപൊളി റെസിപ്പിയാണ്. നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു റെസിപ്പിയും കൂടിയാണ് കേട്ടോ ഇത്. ഇതുപോലത്തെ ഒരുപാട് ഹെൽത്തി ആയിട്ടുള്ള റെസിപ്പി നമ്മളെ ചാനലിൽ തന്നെ ഉണ്ട്. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ വീഡിയോ ഒക്കെ ഒന്ന് കണ്ടു നോക്കാം. അപ്പോൾ നമ്മളിതുപോലെ മൊത്തമായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തതിന് ശേഷം റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ട കാര്യമൊന്നുമില്ല. ഒരു പാനിലേക്ക് ഇതുപോലെ 1-2 കപ്പ് അളവിൽ വെള്ളം ചേർത്ത് കൊടുത്തതിന് ശേഷം ഇതൊന്ന് ജസ്റ്റ് തിളച്ച് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. ഓരോന്നായിട്ട് വിട്ട് ഇടേണ്ട കാര്യമൊന്നുമില്ല. നമ്മൾ കൂട്ടത്തോടെ തന്നെ ഒന്ന് ഇട്ട് കൊടുത്താൽ മതി. തിളച്ച വെള്ളം ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ നല്ലപോലെ സെപ്പറേറ്റ് ആയിട്ട് കിട്ടും കേട്ടോ. ഒട്ടിപ്പിടിക്കാത്തൊന്നുമില്ല. ഇനി നമുക്ക് ഈ വെള്ളത്തിൽ കിടന്നിട്ട് ഒരു 10 മിനിറ്റ് ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കണം കേട്ടോ. ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ടല്ല, ഏകദേശം ഒരു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 10 മിനിറ്റിന് ശേഷം നമ്മളിതുപോലെ ഒരു സ്ട്രെയിനറിലേക്ക് ഊറ്റിയെടുക്കുക. അതിൻ്റെ മുകളിലേക്ക് ഞാൻ കുറച്ച് നല്ല പച്ചവെള്ളം കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നല്ലപോലെ ഒന്ന് വിട്ട് നിൽക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി ഒരു പാനിലേക്ക് ഞാൻ ഇവിടെ 2 ടീസ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഒരു 1/4 ടീസ്പൂൺ അളവിൽ കടുക് ചേർത്ത് കൊടുക്കാം. അതുപോലെ 1 ടീസ്പൂൺ അളവിൽ വെളുത്തുള്ളിയും കുറച്ച് ഇഞ്ചിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി കറിവേപ്പില ഉണ്ടെങ്കിൽ ഈ സമയത്ത് തന്നെ ചേർത്ത് കൊടുക്കാം കേട്ടോ. എൻ്റെ കയ്യിൽ കറിവേപ്പില ഇല്ലാത്തതുകൊണ്ടാണ്. പിന്നെ ഒരു പച്ചമുളകും അതുപോലെ ഒരു സവാള നീളത്തിൽ അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഒന്ന് വയന്ന് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ മുളക് പൊടി, കുറഞ്ഞ അളവിൽ മല്ലിപ്പൊടിയും ചേർത്ത് കൊടുക്കാം. നല്ലൊരു ഫ്ലേവറും കൂടി കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ഗരം മസാലപ്പൊടിയും കൂടി ചേർത്തിട്ടുണ്ട് കേട്ടോ. ഇനി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഈ പൊടിൻ്റെ പച്ചമണമൊക്കെ മാറുന്ന സമയത്ത് ഞാൻ ഇതിലേക്ക് കുറച്ച് കാബേജ് അരിഞ്ഞതാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അതുപോലെ ക്യാരറ്റ്, ക്യാപ്സിക്കം, തക്കാളി ഇതെല്ലാം കൂടി അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം നീളത്തിൽ തന്നെ കേട്ടോ അരിഞ്ഞെടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതൊന്ന് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്ക് 1 മിനിറ്റ് ഒന്ന് വഴറ്റിയെടുക്കാം. 1 ടേബിൾ സ്പൂൺ അളവിൽ വെള്ളം കൂടി ചേർത്തിട്ടാണ് കേട്ടോ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ അതൊന്ന് നനവ് ഫീൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ 1 മിനിറ്റിന് ശേഷം ഞാനിതിലേക്ക് 2 ടീസ്പൂൺ അളവിൽ കെച്ചപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. കയ്യിലുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി, ഉണ്ടെങ്കിൽ എന്തായാലും ചേർക്കാം. അപ്പോൾ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. അതുപോലെ കുറച്ച് കുരുമുളക് പൊടിയും മല്ലിയിലയും കൂടിയും ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മളിത് മിക്സ് ആക്കിയതിന് ശേഷം നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ഗോതമ്പിൻ്റെ മിക്സ് ഉണ്ടല്ലോ, അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇത് മൊത്തമായിട്ട് ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നല്ലപോലെ മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഇതിൻ്റെ മസാലയൊക്കെ ഒന്ന് ഈ ഒരു മിക്സിയിലേക്ക് പിടിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് 5 മിനിറ്റ് അടച്ച് വെച്ചിട്ട് ഒരു ലോ ഫ്ലെയിമിൽ ഒന്നും കൂടി കുക്ക് ചെയ്തെടുക്കണം കേട്ടോ. ഇപ്പോൾ ഇതാ 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അടിപൊളിയായിട്ട് നമ്മളെ ഈ ഒരു പലഹാരം റെഡി ആയിട്ടുണ്ട്. ഒരു 10 മിനിറ്റിൽ കുട്ടികൾക്കൊക്കെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ അല്ലെങ്കിൽ നമുക്ക് ലഞ്ചിനൊക്കെ കൊടുത്തു വിടാൻ പറ്റിയ ഒരു അടിപൊളി പലഹാരം തന്നെയാണ്. അപ്പോൾ എല്ലാവർക്കും വീട്ടിൽ ഇഷ്ടമാവും. തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത്. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് അറിയിക്കാനും മറക്കല്ലേ. അപ്പോൾ ഇതുപോലത്തെ ഹെൽത്തി ആൻഡ് ഈസി റെസിപ്പികൾക്കായിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോയിൽ കാണാം.